ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. വളരെ നാടകീയമായ ഒരു വിജയത്തോടെ ഇന്ത്യ ഇന്നലെ ശ്രീലങ്ക 2020 പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. തൂത്തുവാരി എന്ന് തന്നെ പറയാം. ഒരു സ്കൈ മാജിക് ആയിരുന്നു കംപ്ലീറ്റ് ആയിട്ട്. അനായാസം ശ്രീലങ്ക ജയിക്കുമെന്ന് കരുതിയിരുന്ന ഒരു മത്സരത്തെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം. കാരണം 19ാമത്തെ ഓവറിൽ റിങ്കു സിംഗിനെ ഇറക്കിയത് വളരെ അപ്രതീക്ഷിതം തന്നെയായിരുന്നു. എന്നാൽ റിങ്കു സിംഗ് തന്നെ ചുമതല പൂർത്തിയാക്കുക തന്നെ ചെയ്തു. 2 വിക്കറ്റുകൾ നേടിക്കൊണ്ടാണ് റിങ്കു സിംഗ് താൻ ഏറ്റെടുത്ത് ചുമതല ചെയ്തത്. അതിനുശേഷം 20ാമത്തെ ഓവറിൽ സിറാജ് ഇറങ്ങുമോ ഖലീൽ അഹമ്മദ് ആയിരിക്കുമോ എന്നൊരു ടെൻഷനിൽ നിന്ന സമയത്താണ് സൂര്യകുമാർ യാദവ് ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് 20ാമത്തെ ഓവർ എറിയുന്നതും 2 വിക്കറ്റുകൾ തുടരെ സ്വന്തമാക്കുന്നതും അതിനുശേഷം 5 റൺസാണ് ആ ഓവറിൽ കൊടുത്തുകൊണ്ട് മത്സരം ടൈ ആക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരം പിന്നീട് സൂപ്പർ ഓവറിലേക്ക് പോവുകയും അത് വാഷിംഗ്ടൺ സുന്ദറിന് കൊടുക്കുകയും അവിടെയും വിജയം കരസ്ഥമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം ഉള്ളൊരു കാര്യം തന്നെയാണ്. ശ്രീലങ്കയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ വീണ്ടും മാത്രമാണ് വിജയിച്ച് മറ്റുള്ളവർ മിഡിൽ ഓർഡറിലെ ബാറ്റ്സ്മാൻമാർ എല്ലാം പരാജയപ്പെടുന്ന രംഗം തന്നെയാണ് ഇന്നലെയും കണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രീലങ്ക അതിൻ്റെ ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെ ആയിരിക്കും. ടോസ് നേടിയ ശ്രീലങ്ക ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഇന്ത്യയെ പിടിച്ചു കിട്ടാൻ അവർക്ക് സാധിച്ചു. വലിയ റൺസൊന്നും ഇന്ത്യക്ക് നേടാൻ സാധിച്ചില്ല. വെറും 137 റൺസാണ് 20 ഓവറിൽ അവർക്ക് നേടാൻ സാധിച്ചത്. ബാറ്റ്സ്മാൻമാരെല്ലാം തന്നെ തകർന്നടിയുന്നൊരു രംഗമാണ് ആദ്യമേ കണ്ടത്. ജയ്സ്വൽ 10 റൺസും പിന്നെ സഞ്ജു സാംസൺ ഒന്നും എടുക്കാതെ വീണ്ടും ഡക്കൗട്ട് ആവുകയും റിങ്കു സിംഗ് 1 റണ്ണും സൂര്യകുമാർ യാദവ് 8ഉം ദുബെ 13ഉം പരാഗ് 26, വാഷിംഗ്ടൺ സുന്ദർ 25. അപ്പോൾ ഇതിൽ ആ കൂടെ കളിച്ചതെന്ന് പറയുകയാണെങ്കിൽ ഗില്ല് 39 റൺസ് എടുത്തതും പരാഗ് 26 റൺസും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ 25 റൺസും അത് മാത്രമാണ് നല്ല ഒരു അത്യാവശ്യം പിടിച്ചു നിന്ന ഒരു ബാറ്റ്സ്മാൻമാരെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ബൗളിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീക്ഷണ 3 വിക്കറ്റും ഹസരംഗ 2 വിക്കറ്റുമാണ് നേടിയത്. വിക്രമസിംഗ് അതുപോലെ ഫെർണാണ്ടോ മെൻഡിസ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും ശ്രീലങ്കയ്ക്ക് വേണ്ടി നേടിയിരുന്നു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്ക വളരെ മികച്ച ഫോമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ ഒരു മത്സരം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. എന്നാൽ വീണ്ടും ഇന്ത്യയെ തിരിച്ച് ബൗളർമാർ അതിലേക്ക് വിജയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നിസംഗയും മെൻഡിസും കൂടെ വളരെ നല്ലൊരു പാർട്ണർഷിപ്പാണ്, 58 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് അവർക്ക് നേടിക്കൊടുത്തത്. എന്നാൽ ബിഷ്ണോയാണ് ആ ഒരു പാർട്ണർഷിപ്പിന് ബ്രേക്ക് ചെയ്തത്. രണ്ടാമത്തെ ഒരു പാർട്ണർഷിപ്പ് വീണ്ടും ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ബിഷ്ണോയി തന്നെ വേണ്ടി വന്നു. അത് 15.2ാമത്തെ ഓവറിൽ 2 വിക്കറ്റാണ് പോയത്. 110ാമത്തെ റൺസിൽ ആ ഒരു വിക്കറ്റ് കൂടെ നഷ്ടപ്പെട്ടപ്പോൾ ശ്രീലങ്കയുടെ അവിടെ നിന്ന് അങ്ങോട്ട് അടിപതറുകയായിരുന്നു. എന്നാൽ പെരേരെ പിടിച്ചു നിൽക്കുകയായിരുന്നു. 34 പന്തിൽ 46 റൺസാണ് എടുത്തത്. നിസംഗ 26ഉം മെൻഡിസ് 43 റൺസ് നേടിയിരുന്നു. ബാക്കിയുള്ള എല്ലാ ബാറ്റ്സ്മാൻമാരും 3-0 എന്നുള്ള സ്കോറൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് വലിയ സ്കോറൊന്നും നേടാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ത്യയുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത പറയേണ്ടത് 16ാമത്തെ ഓവർ എറിഞ്ഞ ഹസരംഗ 2 വിക്കറ്റ് നേടുകയും അതിനുശേഷം 17ാമത്തെ ഓവർ എറിഞ്ഞ ഖലീൽ അഹമ്മദ് മൊത്തം വൈഡുകൾ മാത്രം നൽകിക്കൊണ്ടൊരു ഓവറായിരുന്നു അത്. മിക്കവാറും ശ്രീലങ്ക അതിൽ തന്നെ ജയിക്കുമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു സർപ്രൈസ് പോലെ നമ്മുടെ റിങ്കു സിംഗിനെ കൊണ്ടുവരികയായിരുന്നു. റിങ്കു സിംഗ് 2 വിക്കറ്റ് നേടുകയും അതിനുശേഷം ഇറങ്ങിയ സൂര്യകുമാർ യാദവ് 2 വിക്കറ്റ് നേടുകയും ചെയ്തു. അങ്ങനെ ടൈ ആവുകയായിരുന്നു മത്സരം. അങ്ങനെ ടൈ ആയതുകൊണ്ട് തന്നെ സൂപ്പർ ഓവറിലേക്ക് കളി മാറുകയായിരുന്നു. സൂപ്പർ ഓവറിൽ ഇന്ത്യ നിഷ്പ്രയാസം തങ്ങളുടെ വിജയലക്ഷ്യം നേടി. ശ്രീലങ്കയാണ് ആദ്യം ബാറ്റ് ചെയ്തത്. ശ്രീലങ്കയുടെ മെൻഡിസും പെരേരയും കൂടിയാണ് ഇറങ്ങിയത്. ആദ്യ ബോൾ വൈഡായിരുന്നു. രണ്ടാമത്തെ ബോളിൽ മെൻഡിസ് 1 റൺസ് എടുത്തു. 3ാമത്തെ പന്തിൽ തന്നെ വാഷിംഗ്ടൺ സുന്ദർ 1 വിക്കറ്റ് എടുത്തിരുന്നു പെരേരയുടെ. 4ാമത്തെ പന്തിലും നിസംഗയുടെ വിക്കറ്റ് എടുത്ത് വാഷിംഗ്ടൺ സുന്ദർ സൂപ്പർ ഓവർ അവസാനിപ്പിച്ചു. അങ്ങനെ 4 പന്തുകളിൽ 2 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 2 വിക്കറ്റ് എടുത്തു. ഇന്ത്യയുടെ വിജയലക്ഷ്യം 3 റൺസായിരുന്നു. ആദ്യ പന്തിൽ തന്നെ സൂര്യകുമാർ യാദവ് ഒരു ബൗണ്ടറി നേടി ആ വിജയം സ്വന്തമാക്കി. അങ്ങനെ ഇന്ത്യ ശ്രീലങ്കൻ പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ് 3-0 എന്ന നിലയിൽ. സത്യം പറഞ്ഞാൽ ഒരു സ്കൈ മാജിക് തന്നെയാണ്. പിന്നെ സൂര്യകുമാർ നമ്മുടെ ഗൗതം ഗംഭീറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗൗതം ഗംഭീറിൻ്റെ ആദ്യ ഒരു പരമ്പരയായിരുന്നു. അതിൽ 2020 പരമ്പര അവർ സ്വന്തമാക്കി. ഇനി അടുത്തത് വൺഡേ ആണ് തുടങ്ങുന്നത്. വൺഡേ മത്സരങ്ങൾ 2-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. 2, 4, 7 അങ്ങനെ 3 ദിവസങ്ങളായിരിക്കും വൺഡേ നടക്കുക. അതിലെ ക്യാപ്റ്റൻ രാഹുൽ ആണ്. സോ സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.